ബിഗ് ബോസ് സീസൺ 7 കണ്ടിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിന് സമാധാനം കിട്ടിയ ഒരു അല്ലെ സന്തോഷം കിട്ടിയ ഒരു എപ്പിസോഡ്. അതെ 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 വളരെ 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 നല്ലൊരു എപ്പിസോഡായിട്ട് കാണാം. കാരണം ലക്ഷ്മി അല്ലെ, ലക്ഷ്മി മുളകിട്ടരച്ചത് നിർത്തി പൊരിച്ചത്, ലക്ഷ്മി ചോദിച്ചു വാങ്ങിച്ചത് കുറെ എണ്ണം. അത് ഈ ലക്ഷ്മീനെ ഈ ലാലേട്ടൻ രണ്ട് പറയുമ്പോൾ നമുക്കിട്ട് സന്തോഷമുണ്ട്. അവളത് അർഹയാ കേട്ടോ, അത് അതുകൊണ്ടാണ് കേട്ടോ. അല്ല നമ്മൾ സാധാരണ നമ്മൾ ഒരു ലക്ഷ്മിയെ പോലെ സാഡിസ്റ്റ് മൈൻഡിൽ നമ്മൾ പറയുന്നതല്ല. ലക്ഷ്മി അത് അർഹയാണ്, അവളത് ചോദിച്ച് വാങ്ങിക്കുന്ന. ലാലേട്ടൻ ലക്ഷ്മിനെ ഊക്കി പൊളിക്കുന്ന സമയത്ത് പ്രേക്ഷകർ അവിടെ കാണാനിരിക്കുന്ന ആൾക്കാർ കയ്യടിക്കുന്നതിന് കയ്യടിയുണ്ട്. ആ കയ്യടി പോലും അതിനുള്ള തെളിവാണ്. കാരണം അവൾ അത്രയും വൃത്തികെട്ട രീതിയിലാണ് ലക്ഷ്മി ഗെയിം കളിക്കുന്നത്. ഇനി ഞാനൊരു ആദ്യൊരു കാര്യം പറയാവേ, ഈ മസ്താനി എന്ന് പറയുന്ന സാധനം എവിക്റ്റാനെ പറ്റി കുറച്ച് പറയാനുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സാധനത്തിന്റെ കാര്യം തീർത്തോട്ടെ. ലക്ഷ്മി ബിഗ് ബോസിനകത്ത് കളിക്കുന്ന എല്ലാ ഗെയിമും ഫേക്കാണ്. ഞാനിത് ഈ ഓണിയൻ ഡിഷ് കൊണ്ടോ ആദ്യം ഡിഷ് കൊണ്ട് പറയുന്നതല്ല. അവള് വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഈ LGBT കമ്മ്യൂണിറ്റിക്ക് എതിരെ അവള് വരുന്ന കാര്യങ്ങൾ പോലും അതിനകത്ത് പോലും കള്ളത്തരുണ്ട്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങൾ അത് മനസ്സിലാവും. അതിന് തെളിവ് ഒരാൾ പുറത്ത് വിട്ടും, അപ്പൊ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവളിപ്പോൾ ഓണിയനിലിരിക്കുന്ന സോറി പറഞ്ഞത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അവളെ ഊക്കി പൊളിക്കും. അതായത് അടിച്ചടിച്ച് അവളുടെ ഫോഴ്സിൽ വരെ അടിച്ചു പോകുന്നത് ലക്ഷ്മിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ അവളുടെ നാടകമാണ് ഈ മാപ്പും കോപ്പും. ഇതേ അവളാണല്ലോ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, മസ്താനി ഇതിപ്പോ നാളെ തിരുത്തി പറഞ്ഞാൽ പോലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇവൾ ഈ പറഞ്ഞ മാപ്പും കോപ്പും ഒന്നും സത്യസന്ധമായിട്ട് എടുക്കുകയേ വേണ്ട. അത്ര കൂതറയായിട്ടുള്ള സാധനമാണ്. ഒരു കാരണവശാലും ശരി ഈ വക ഐറ്റത്തിനെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂല. അടുത്ത ആഴ്ച എന്തായാലും പുറത്തു പോകും, 100% പുറത്തു പോകും. പുറത്തു പോകുന്നവരെ ഈ ആഴ്ച പുറത്താകാൻ നന്നായെന്ന് ഞാൻ പറയുള്ളൂ. അല്ല കാരണേ, അതായത് പ്രേക്ഷകരും ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികളും ഇവളെ എടുത്തിട്ട് അലക്കണം, എല്ലാവരും എടുത്തിട്ട് അലക്കണം. കാരണം ഇവളത് നമുക്ക് ഈ ആരെയും പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ലെന്ന് എപ്പോഴും ഞാൻ പറയുന്നതാണ്. പക്ഷേ മസ്താനിയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ലക്ഷ്മിയെ പോലുള്ള ആൾക്കാർ, ഇവര് പേഴ്സണൽ അറ്റാക്ക് ഇവർക്ക് കിട്ടണം. കാരണം മറ്റുള്ള ആൾക്കാർ അത്രയും ഹേർട്ട് ചെയ്ത് മറ്റുള്ള ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ തോന്നുന്ന അവൾമാർക്ക് അതിന്റെ വില മനസ്സിലാവണം. പേഴ്സണൽ അറ്റാക്ക് എന്താണെന്ന് ഇവൾമാർക്ക് മനസ്സിലാവണം. അത് ഇവൾമാർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഇനി വിഷത്തിലേക്ക് വരാം, ചന്തയിലേക്ക് വരാം. അതായത് മസ്താനി 100% എവിക്റ്റായി പോകുന്നു എനിക്ക് ഉറപ്പായിരുന്നു. എനിക്കെന്നല്ല, ഒട്ടുമിക്ക പ്രേക്ഷകർക്ക് ഉറപ്പാണ്. കാരണം ആഗ്രഹിച്ച ദിവസമായി ഈ കഴിഞ്ഞ ആഴ്ചയിലെ അവളുടെ പെർഫോമൻസ് വെച്ച്, അതും ഈ ആഴ്ച തന്നെ അത് സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ചോദിച്ചു വാങ്ങിച്ചതാണ്. അതായത് അപ്പാനി ഇഷ്ടമല്ല ഇവക്ക്, ശരി, ഇഷ്ടപ്പെടാൻ നമുക്ക് പറയാൻ റൈറ്റ് ഒന്നുമില്ല. പക്ഷെ ഒരാളെ വിക്റ്റായി പോകുമ്പോൾ കാണിക്കേണ്ട മിനിമം മാനേഴ്സ് ഉണ്ട്. മിനിമം മാനേഴ്സ്. ഇതേ കൂതറയാണല്ലോ അവിടെ നിന്ന് പറഞ്ഞത്, അപ്പാനിയെ കൊണ്ട് ഞാൻ തല്ലിച്ച് അപ്പാനിയെ പുറത്താക്കിക്കും. അപ്പൊ നീ പറഞ്ഞ അത്രയും വിവരക്കേടുന്ന അവിടെ വേറെ ആരും കാണിച്ചിട്ടില്ല. അപ്പാനി ഇപ്പൊ നിന്നെ ചീത്ത വിളിച്ചെങ്കിൽ തന്നെ അതിനേക്കാൾ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് നീ അവിടെ വിളിച്ച് കൂവിയിട്ടുണ്ട്. പിന്നെ മസ്താനി എന്ന് പറയുന്ന ഇവള് അവിടെ എത്ര പേർക്കെതിരെ മോശപ്പെട്ട ആംഗ്യങ്ങൾ കാണിക്കുകയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ മോശമാക്കുന്ന രീതിയിൽ പോലും ഈ മസ്താനി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പുച്ഛം മാത്രമല്ല, അതായത് ഇവള് മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിനെ വൃത്തികെട്ട രീതിയിൽ അവിടെ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അനീഷിന്റെ ഡിവോഴ്സ് കേസിനെ പറ്റി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അതായത് പുറത്ത് അനീഷിന്റെ വൈഫിനോട് പോലും ആൾക്കാർ ചോദിക്കും നിങ്ങൾ തമ്മിൽ എന്താ, അതായത് ഈ തോട്ടും ഈ വിഷയങ്ങളെല്ലാം മറന്നു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അനീഷിന്റെ വൈഫിന്റെ കാര്യമൊക്കെ മറന്നുപോയ ആൾക്കാരുണ്ടാവും. അവര് പോലും അനീഷിനെ അല്ല, അനീഷിന്റെ അടുത്ത് വൈഫിന്റെ അടുത്ത് പോലും ചോദിച്ചിട്ടുണ്ടാവും, അനീഷിന്റെ എക്സ് വൈഫിനോട് പോലും ചോദിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അനീഷിന്റെ ഫാമിലി ഇത് ബാധിച്ചിട്ടുണ്ടാവും. ഇനി റെന ഫാത്തിമയുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി നീ പറഞ്ഞിരുന്നു, അപ്പാനയുടെ വൈഫിനെ പറ്റി നീ പറഞ്ഞിരുന്നു. അപ്പാനയുടെ വൈഫ് അവിടെ പ്രഗ്നന്റ് ആണ്. അപ്പോ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ പ്രഗ്നന്റ് ആകുന്ന ഒരു ലേഡിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മോളെ. ഇനിയിപ്പോ മസ്താനും മറ്റുള്ള ആൾക്കാരുടെ കുടുംബത്തിൽ കയറി പറയുമ്പോഴത്തേക്കും നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ അല്ലേ? അപ്പൊ അത് നിന്റെ കുടുംബത്തിലെ ആൾക്കാരുടെ കൊള്ളരായ്മ കൊണ്ടാണോ നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായെന്ന് പ്രേക്ഷകരോ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തുത്തരം പറയും? അപ്പൊ നീ എന്താ കാണിച്ച അവിടെ? വൃത്തികെട്ട ഗെയിം അവിടെ കാണിച്ചിട്ടുണ്ട്. നിന്റെ എവിക്ഷൻ കൃത്യമായിരുന്നു, പോകേണ്ടതായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറും ചന്ത സ്വഭാവം വിഷമാണ് കളിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം അത് ലാലേട്ടൻ ഇപ്പോൾ മസ്താനി എവിക്റ്റ് ആയ സമയത്ത് ലാലേട്ടൻ മസ്താനിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കേട്ടാൽ പോലും പറയാം, ആ മനുഷ്യന് പോലും മസ്താനിയെ തീരെ ഇഷ്ടമേ അല്ലായിരുന്നു. ഒരു രീതിയിലുള്ള സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല ലാലേട്ടൻ. ശരിക്കും ലാസ്റ്റത്തെ അവര് തമ്മിലുള്ള ടോക്ക് വരുമ്പോ ശരിക്കും ലാലേട്ടൻ പോലും ടൂക്കുക, അത് എല്ലാരും ടൂക്കുക. അതായത് ഒരു പിന്നെ ആര്യൻ എന്റെ ഫോനെ നീ ചെയ്ത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. അത് കണ്ടപ്പോ ഭയങ്കര ഇപ്പൊ ആര്യനെ എതിർക്കുന്ന ആൾക്കാർ ചിലപ്പോ കാണുമായിരിക്കും. ലക്ഷ്മിയും, അതായത്
ഈ അപ്പാനി എവിക്റ്റ് ആയപ്പോഴത്തേക്ക് മസ്താനി തിരിച്ചാഘോഷിച്ചല്ലോ. അപ്പൊ മസ്താനി ഇപ്പൊ കാണിച്ചത് ആരും കാണിച്ചത് സെയിം അല്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്. മസ്താനി കാണിച്ച ആ ചെറ്റ ഷോ ഉണ്ടല്ലോ, ആ ഊള ഷോ ഉണ്ടല്ലോ, അത് ആര്യൻ എന്ത് ചെയ്യുക, അതിന്റെ റിവെഞ്ച് എടുത്തു എന്ന് അവൻ റീക്രിയേറ്റ് ചെയ്തു. ആ സാധനം മസ്താനിയുടെ ആ സാധനം റീക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റിവെഞ്ച് എടുത്തു, നന്നായി പോയി. അത് ആര്യൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. അതെ, അക്ബർ വന്നു, ബിന്നി വന്നു, റെന വന്നു, ജിസേല് അല്ല. അതിനകത്ത് ഏറ്റവും കൂടുതല് ഈ ആര്യൻ അവിടെ മുഖംമൂടി എടുത്തിട്ട് വന്നിട്ട് തുള്ളിയത്. നിനക്കത് വേണം, കാരണം അതിന്റെ വില നീ മനസ്സിലാവണം. ഒരാളെ വിക്റ്റായി പോകുമ്പോഴത്തേക്ക് ഇമ്മാതിരി അല്ലായിരുന്നു പെരുമാറേണ്ടത്. അത് നീ മനസ്സിലാക്കണമായിരുന്നു. ഇനി മസ്താനിയുടെ എവിക്ഷനിൽ ഇറങ്ങി പോക്കല് 2 ആഴ്ച നീ എന്തൊക്കെയോ മലമറിക്കുന്നു പറഞ്ഞാണ് അവിടെ കയറി പോയത് അല്ലേ. ബിന്നി എടുത്തൊക്കെ ഡയലോഗ് അടിക്കുന്നതൊക്കെ അവളുടെ ലാസ്റ്റ് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിനക്ക് മനസ്സിലാവുന്നു. നീ പുറത്തിറങ്ങുമല്ലോ, ഏത് മസ്താനി പുറത്തിറങ്ങുമല്ലോ. നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നീ എന്തൊക്കെ വൃത്തികേട്ടാണ് അവിടെ കാണിച്ച് വെച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഇന്ന് വരും. നമ്മൾ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഓൾറെഡി എയർപോർട്ടിൽ പ്രവീണും മസ്താനിയും വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആൾക്കാർ പിടിച്ച് ഊക്കിപ്പൊളിച്ച് വിട്ടോളും. അതിനകത്ത് ഒരു സംശയം വേണ്ട. വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, ഇനി പ്രവീണിന്റെ എവിക്ഷനെ പറ്റി ഒരു കാര്യം പറഞ്ഞിരിക്കാൻ പറ്റില്ല. പ്രവീണിന്റെ എവിക്ഷൻ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അത് അൺഫെയർ ആൻഡ് ചതി എന്നേ ഞാൻ പറയുള്ളൂ. സാബുമാനെ പോലെ ഒരു ഉണ്ടയും ചെയ്യാത്തതിനപ്പുറം നിപ്പുണ്ട്. വായി എന്തിനാണ് സാബുമാൻ അവിടെ നിർത്തിയിട്ട്? ഇനി പ്രവീണിന്റെ എവിക്ഷൻ ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, പ്രവീൺ എയർപോർട്ടിൽ വന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രവീൺ ഇത് പറയുമെന്നും എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും നാളെ പ്രവീണെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, പ്രവീണ നിന്റെ എല്ലാ ഫുട്ടേജും അവർ പുറത്ത് വിട്ടിരുന്നോ? 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പ്രവീണിന്റെ ഫുട്ടേജ് ലൈവിലും എപ്പിസോഡിലും അവർ പുറത്ത് വിട്ടിട്ടില്ലേ. എസ്പെഷ്യലി എപ്പിസോഡിൽ വന്നിട്ടില്ല, ലൈവില് അവർ കുറേ സാധനം പ്രവീണിനെ പുറത്ത് വിട്ടിട്ടില്ല. അതിന് തെളിവെന്താണെന്നറിയോ? മസ്താനിയും ലക്ഷ്മിയും കൂടെ അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, പ്രവീണോട് കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, പ്രവീൺ എവിക്റ്റായി പോകുന്ന ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. ഓക്കെ, മസ്താനി പോകുന്ന പോലെ ലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞ പോയിന്റാണ്, അവൻ അവിടെ പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു, നമ്മളത് കണ്ടിട്ടില്ല. നമ്മൾ ആരും അത് കണ്ടിട്ടേ ഇല്ല. വൈ? മസ്താനിയും ലക്ഷ്മിയും കൂടെ കാരണം ഒരു വൈൽഡ് കാർഡായിട്ട് കയറി വന്ന ആൾക്കാരാ. മസ്താനി കള്ളത്തരം പറയില്ല ഈ വിഷയത്തിനകത്ത്. കാരണം എന്താണെന്നറിയോ? മസ്താനി പൊതുവെ കള്ളത്തരം പറഞ്ഞതാണ്, ഈ വിഷയത്തിൽ കള്ളത്തരം പറയില്ല. കാരണം മസ്താനിയും ലക്ഷ്മിനെയും ലാലേട്ടനിട്ട് പൊരിക്കുന്ന സമയത്ത് മസ്താനിയെ സപ്പോർട്ട് ചെയ്ത ഏക വ്യക്തി എന്ന് പറയുന്നത് പ്രവീണാണ്. അപ്പോൾ അവർ തമ്മിൽ റാപ്പുണ്ട്, അതിനൊരു നന്ദിയോടെ ഉണ്ടാവും. ഇനി പ്രവീണയുടെ ഗെയിം കളിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലക്ഷ്മിയും മസ്താനിയും ആ കാര്യം അവിടെ നിന്ന് സംസാരിച്ചത്. അപ്പൊ പ്രവീണിന്റെ ഫുട്ടേജ് ഇവിടെ പുറത്ത് വന്നിട്ടില്ല. അതെനിക്കും പല കാര്യങ്ങളും സംശയം തോന്നുന്നുണ്ട്. കാരണം അവിടെ അനുമോള് പ്രവീണായിട്ട് ഇത്ര അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അനുമോളെല്ലാം ഗെയിം വ്യൂവിൽ കാണുന്ന ആളാണ്. അപ്പൊ അനുമോക്ക് പ്രവീൺ അവിടെ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം അനുമോള് കൂട്ടത്തിൽ കൂടുള്ളൂ. അല്ലെങ്കിൽ അനുമോക്ക് ആ നെഗ് വരും. അപ്പൊ അനുമോക്കും അറിയാം പ്രവീൺ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രവീണിന്റെ ഫുട്ടേജ് പുറത്ത് വന്നിട്ടില്ല. അത് എന്തിനാണ് ബിഗ് ബോസ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇനി സാബുമാൻ ലാലേട്ടൻ ഡയറക്റ്റ് ഊക്കിയില്ലേ, മോനെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ, ഇവൻ എന്തിനാ ഇവിടെ വന്നേ, അല്ല ഇവനോട് എന്തിനാ വന്നേ, എനിക്ക് ഇപ്പോഴും അറിയില്ല ഇവൻ എന്തിനാ ഇവിടെ വന്നേ. അപ്പൊ സാബുമാനെ പോലെയുള്ള ആളെ സേവ് ആക്കിയിട്ട് പ്രവീണെ എവിക്റ്റ് ആക്കുമ്പോഴത്തേക്കും അൺഫെയർ ആണ്, 100% അൺഫെയർ ആണ്. അത് മാത്രമല്ല പ്രവീണിന്റെ ഫുട്ടേജ് പുറത്ത് പ്രവീൺ അത് പറയും. ഇപ്പോഴും സാബുമാൻ അവിടെ പറയുന്നത് ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവൻ ഇതാണോ വന്നത്, എന്തിനാണ് മോനെ നീ അങ്ങോട്ട് കെട്ടിയെടുത്ത്? എനിക്ക് അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക, പറയാണ്ടിരിക്കാൻ പറ്റൂല. എനിവേ പ്രവീണിന്റെ കാര്യം അത് പ്രവീൺ ഇനി പറയൂല്ലെന്ന് എനിക്കറിയില്ല. അത് പ്രവീണിന്റെ അത് ആരെങ്കിലും ചോദിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രവീണിന്റെ ഫുട്ടേജ് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടാവില്ല. ഇനി എപ്പിസോഡിന്റെ വാക്കാരെല്ലാം കിടക്കാം. ഏറ്റവും ആദ്യം തന്നെ ലക്ഷ്മി ഫ്രൈ ആണ് അല്ലെ. ലക്ഷ്മിനെ നിർത്തി പൊരിച്ച് ഊക്കിവിട്ട ഒരു പരിപാടി. ഇവളുടെ ആറ്റിറ്റ്യൂഡേ അന്ന് ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇവള് വന്ന് പറഞ്ഞാണ്, ഒണിയൽ മൈക്ക് എടുത്തിട്. ഇവളിങ്ങനെ പറയുന്നത്, മൈക്കിട് നീ മൈക്കിട്. എന്നിട്ട് ഇവളൊരു ഡയലോഗ് ഉണ്ട്, കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തൊന്ന് ആദ്യം ഉറക്കെതിരെ പറഞ്ഞു. അതായത് ഇപ്പൊ പറഞ്ഞതാണ് കുടുംബ മഹിമ ഇല്ലാത്തവരോ കുടുംബത്തിൽ പറഞ്ഞവരാണോ. നീ നിന്റെ കുടുംബത്തെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ലക്ഷ്മി? നമ്മളങ്ങനെ പറയരുത്. അല്ല നമ്മൾ വ്യക്തിരണ്ട് അധിക്ഷേപിക്കരുത്. പക്ഷെ എങ്കിൽ തന്നെ പറയാം. അല്ല കാരണം ഇത് അതായത് നിനക്കൊരു കുടുംബത്തിന്റെ വാല്യൂ അറിയില്ല, ഇവർക്കൊരു ഫാമിലിയുടെ വാല്യൂ നിനക്ക് അറിയില്ല. നീ ഇന്നൊരു ഡയലോഗ് പറഞ്ഞില്ലേ ലക്ഷ്മി, നിന്റെ ഏതൊരു ഫ്രണ്ട് ഇതേപോലെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പൊ നിനക്കത് അറിയാം, അത് ബിഗ് ബോസ് വന്നിട്ടുണ്ടായ സംഭവം അല്ല, നിനക്ക് പണ്ടേ അറിയാം. അപ്പൊ പിന്നെ നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒണിയനെതിരെ കിടന്ന് ഡയലോഗ് അടിക്കാൻ വേണ്ടി പോകുന്നത്? മൈക്ക് എടുത്തിട്ടൊന്നും കാണാത്തൊരു കാര്യം. അത് കൃത്യമായിട്ട് അവിടെ ആ സാധനം ആ ഫുട്ടേജോടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് ഒണിയലിന്റെ കാലവിടെ തട്ടുന്നത് ഒരു സർക്കിളിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവിടെ. അതെ, ഷൂസ് തട്ടി. ഇനി മസ്താനി അവിടെ ചിരിച്ചോണ്ടിരുന്നവളാ. അല്ല, ഒരു
ഒരു പെണ്ണെന്ന സ്ഥലത്ത് നമുക്കൊരു ടച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആ ചിരി എന്നാണെങ്കിലും മായും. അത് അക്ബർ ചോദിച്ചിട്ടുണ്ട്. അതൊരു ആണായിട്ട് അക്ബർ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും മനസ്സിലാക്കാന്നുള്ളത്. അപ്പോഴും ഇളിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഡിസ്കഷൻ വരുന്നത്. അത് മാത്രമല്ല, മസ്താനിയും ലക്ഷ്മി രണ്ടെണ്ണത്തിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല. രണ്ടെണ്ണത്തിനെ മനസ്സിലായി, എടുത്തിട്ട് ഉടുക്കും, നാട്ടുകാരെടുത്തിട്ട് ഉടുക്കും, പുറത്തിറങ്ങിയ ചീത്തപ്പേരാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ സോറി പറഞ്ഞേ, അല്ലാണ്ട് ജെനുവിനായിട്ട് സോറി പറഞ്ഞൊന്നുമല്ല. ഈ ഒരു വീഡിയോ പുറത്തു വിടരുത്, കണ്ടന്റ് ആകരുതെന്ന് പറഞ്ഞത്. അപ്പൊ ഇവൾമാർക്ക് മനസ്സിലായി, എടുത്തിട്ട് എടുത്തിട്ട് ഊക്കും ഇവൾമാർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മാപ്പ് പറഞ്ഞതാ. ലാലേട്ടന് മുമ്പ് ക്ഷമ ചോദിച്ചതാ, മിണ്ടാതിരുന്നതാ. അല്ലാണ്ട് അത് മനസ്സിൽ തെറ്റ് വന്നൊന്നുമല്ല. രണ്ടും ഭൂലോ കൂടായപ്പോൾ ഇനി ഒണിയലിന്റെ കാര്യം മോനെ, നീ ഇത് ഹാൻഡിൽ ചെയ്ത രീതിയുണ്ട്, സൂപ്പർബ്. ഒണിയൽ പറഞ്ഞ കാര്യമുണ്ട്, സമൂഹത്തിലെ എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയണം. പ്രത്യേകിച്ച് ഇതേപോലെ ഒരുപാട് ഫോൾസ് അലിഗേഷൻ വരുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ കൊണ്ടുപോയിട്ട് കള്ളപ്പരാതി കൊടുക്കുന്ന, അതിൽ പെട്ടുപോകുന്ന. അതെ, അപ്പൊ ഇതേപോലെ ഫോൾസ് അലിഗേഷൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ലക്ഷ്മിക്കും അറിയാം. അപ്പൊ അവരോട് മാപ്പ് പറയണം എന്ന് ഉണ്ണിയിൽ ഒരു പോയിന്റോടെ പറഞ്ഞു. അത് പക്ക പോയിന്റ് ആണ് ആ സാധനം. അത് ഉണ്ണിയിലൂടെ പറഞ്ഞത് ഞാൻ പറയാണ്, അതൊരു വാലിഡ് പോയിന്റ് ആണ്. ലക്ഷ്മിയെ പോലുള്ള ആൾക്കാർ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഞാൻ ലക്ഷ്മിയെ പോലുള്ള ആൾക്കാർ ഞാൻ ഇപ്പോഴും ഞാൻ പറയാണ്, ലക്ഷ്മി സ്വന്തം ഭർത്താവിനെതിരെ കൊടുത്തൊരു ഒരു കേസ്, സത്യം പറഞ്ഞാൽ ഇപ്പൊ അതിനെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇവളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ആ മനുഷ്യൻ എന്താണ് അനുഭവിച്ചിട്ടുള്ളതെന്ന് ഇപ്പൊ എനിക്ക് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നല്ല കാര്യമായിരിക്കും. കാരണം ഇവൾ എന്താ അവിടെ കാണിച്ചു കൂട്ടുന്നേ? കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത, അതായത് ഇവർക്ക് എന്തോ ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റിയാണ്. എല്ലാവരോടും പോയിട്ട് തർക്കിച്ച് അവരൊക്കെ സങ്കടപ്പെടണം, കുടുംബത്തിൽ കയറ്റാൻ പറ്റൂല, കുടുംബ മഹിമ എന്താണ്. ഇത്രയും ദിവസത്തെ ലക്ഷ്മി ചിരിച്ചെന്ന് കാണുന്നത് അവർ ആ മൂവി ടീം വന്ന് കയറുമ്പോഴാണ്. ആ മൂവിക്കത്തുള്ള പുറത്തിറങ്ങിയ മൂവിയുടെ അഭിനയം കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ ആ ചിരി അങ്ങ് വിക്കിട്ടിക്കൊള്ളാം. ഞാൻ പിന്നെ പറയണില്ല, നല്ല മൂഞ്ചി അഭിനയമാണ് കാഴ്ച വെച്ചിരിക്കുന്നത്. ഗൈസ്, ഞാൻ സിനിമ കണ്ടുകൊണ്ട് ഞാൻ പറയാണ്, ലക്ഷ്മി ആദ്യത്തെയും അവസാനത്തെയും സിനിമയാണ് അത്. മര്യാദയ്ക്ക് ലക്ഷ്മിയോട് സംസാരിക്കാൻ ഞാൻ എപ്പിസോഡിൽ ഒന്നും കണ്ടിട്ടില്ല. അതെ, ഒരു ദിശം പറഞ്ഞ പോയിന്റ് ഉണ്ട്. ലക്ഷ്മിയെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ആണുങ്ങൾക്ക് അവിടെ പേടിച്ച് ഗെയിം കളിക്കേണ്ടി വരും. കാരണം ഞാൻ ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോയിൽ അനുമോളുടെ ഇഷ്യൂ എന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് നാളെ ഒരുത്തി വന്നിട്ട് പറയുകയാണ്, എന്നെ പിടിച്ചു എന്ന് പറഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരുത്തി ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും ആണുങ്ങൾ. നേരെ വന്നു, ഞാനത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം എന്റെ വീഡിയോയിൽ. പക്ഷേ പ്രൂഫ് കാണിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. അതെ. അല്ല, ഇനി ഈ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയം അറിയോ? സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ലക്ഷ്മിക്ക് ഒരു സ്ട്രൈക്ക് കൊടുത്തില്ല, ഒരു പണിഷ്മെന്റ് കൊടുത്തില്ല. അപ്പൊ ഇവിടെ പോലുള്ള ആൾക്കാർ നാളെ ബിഗ് ബോസിലേക്ക് വീണ്ടും വരും. അവിടെ വന്നിട്ട് ഫേക്ക് ആയിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് എന്നെ കയറി പിടിച്ചു, എന്നെ കയറി ചൊറിഞ്ഞു എന്ന് പറഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ നാളെ വരും. അപ്പൊ അത് നിർത്താൻ പറ്റില്ല. ഇവിടെ പോലുള്ള ആൾക്കാർ നിർത്തരുത്. എന്തിനാ നിങ്ങൾ നിർത്തുന്നേ? ഇവളെ എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബിഗ് ബോസ്? ഇപ്പോഴും അടിച്ച് പുറത്താക്കണം ഈ സാധനത്തിനെ. ഒരു കാരണവശാൽ നിർത്തരുത് ഇവിടെ പോലുള്ള ആൾക്കാരെയൊക്കെ. നാളെ ഇവളുടെ ഈ ഗെയിം കണ്ടിട്ട് ഇപ്പൊ ഇന്ന് എപ്പിസോഡ് ലാസ്റ്റ് നിങ്ങൾ എന്താ കണ്ടത്? ആര്യൻ കിടക്കുന്ന അവിടെ പോയിട്ട് ആദ്യം നെവിൻ പോയി കിടക്കുന്നു. നെവിൻ പോയി കിടന്നപ്പോഴത്തേക്ക് ആര്യൻ അവിടെ വരുന്നു. ആര്യൻ നെവിനെ പറഞ്ഞയക്കുന്നു. അല്ലെങ്കിൽ ആര്യൻ പോയിട്ട് വേറൊരു കട്ടിലെ പോയി കിടക്കുന്നു. അപ്പൊ നെവിൻ മാറുന്നു, ആര്യൻ തിരിച്ചു വരുന്നു, ഓടിപ്പോയിട്ട് റൈന അവിടെ പോയി കിടക്കുന്നു. അപ്പൊ ആര്യൻ അവിടെ സഹി കിട്ടും, കാരണം അവന് കിടക്കാൻ പറ്റില്ല, പാതിരാത്രിയാ. അവൻ നേരെ വന്നിട്ട് എന്ത് ചെയ്തു? റൈനയുടെ നേരെ അപ്പുറത്തും ഇപ്പുറത്തും കൈ ഇങ്ങനെ കെട്ടിട്ട് കിടക്കാൻ വേണ്ടി പോയി. റൈന ഓടിച്ച് അവിടെ പോയി ചാടി പോയിട്ട് ബിന്നി എടുത്ത് പറയുന്നു. എന്നിട്ട് ബിന്നി എടുത്ത് പോയിട്ട് ഒരു ഊള ഗെയിം അവിടെ കളിക്കുകയാണ്. ആര്യൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. എടി പെണ്ണെ, നിനക്ക് അറിയാൻ പാടില്ല ആരിന്റെ കട്ടിലാണെന്നുള്ളത്, ആരിന്റെ ബെഡാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? ഈ ബിഗ് ബോസ് കൊണ്ട് ചോദിക്കാനുള്ളത് ഇതേപോലുള്ള ഉടായ്പകളൊക്കെയാണോ നിങ്ങളത്? ഇങ്ങനെ ഈ ചന്ത ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് കയറ്റി വിടുന്നത്. അനുമോളുടെ ഇഷ്യൂ ഉണ്ടായി, അത് കഴിഞ്ഞ് ലക്ഷ്മി മസാല എന്ന് പറഞ്ഞാണ്ട് കൂതറകൾ വരുന്നു. കാരണം ഇപ്പൊ റെന വന്നിട്ട് രാത്രി ഒരുത്തന്നെ കട്ടിലേക്ക് കയറി അവള് കയറി കിടന്നിട്ട് അവൾ എന്തിനാ കയറി കിടക്കുന്നത് അങ്ങനെ? എന്നിട്ട് ആരും വന്ന് അവന് ഉറക്കം വരുമ്പോഴത്തേക്ക് അവൻ എന്താ ചെയ്യണ്ടേ? അവൻ അവളെ കയറി തൊട്ടുമില്ല പിടിച്ചതുമില്ല. അവൻ അപ്പുറത്ത് ക്രോസ് ഇട്ട് കിടന്നപ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് ബിന്നെടുത്ത് പോയി കിടന്ന് കരയാണ്. ഇതാണോ നിങ്ങളുടെ ഗെയിം? നിർത്തി പോടാ എല്ലാം ഇങ്ങോട്ട്. അതാ പറഞ്ഞ, നിർത്തി പോ ബിഗ് ബോസിന്. ഈ ബിഗ് ബോസ് നടക്കടല്ലേ? അടുത്ത ആഴ്ച ഇതൊന്നും ലാലേട്ടൻ ചോദിക്കണോ? എന്ത് ഊളത്തിലാണ് നിങ്ങളെല്ലാം കൂടെ കാണിച്ച് വെക്കുന്നതിനകത്ത്? ഒരു അല്പം ഒരു മിനിമം മര്യാദ വേണ്ടേ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക്? ഈ റെനയെ പോലുള്ള ആൾക്കാർ, റെനേനെ പോയിട്ട് മറ്റേ മസാനയുടെ ഗെയിമിനെ കുറിച്ചും അല്ല എന്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി മസാന മോശമായി പറഞ്ഞെന്നൊക്കെ ഈ റെന കാച്ചിയതാ. മിന്നി അവിടെ നിന്ന് കൈയടിച്ചു കൊടുത്തതിനൊക്കെ ആ രണ്ട് ഊളകളാണ് ഇപ്പൊ പോയിട്ട് ആര്യന്റെ കട്ടിലെ പോയി. നിങ്ങൾ അവനെ ടെസ്റ്റ് ചെയ്യണം ആര്യനെ. ഇങ്ങനെയാണ് നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി വരേണ്ടത്. സത്യം പറയാമല്ലോ, ഇതേപോലെ ഒരു കൂതറ സീസൺ അനുമോള്, മസ്താനി, ലക്ഷ്മി ഇപ്പൊ അടുത്ത രണ്ടെണ്ണം. ഇത് രണ്ടാഴ്ചയിൽ ഇഷ്യൂ ഉണ്ടായിട്ട് നേരിട്ട് കണ്ട ആൾക്കാരാ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി രാത്രി പോയി ഒന്നും പറയണില്ല. അല്ല, ഇത്രയും നാളും റെനയും ബിന്നിയും
ഈ ജിസേലിനെ കൂടെ ആര്യനെ കൂടെ ആയിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും കൂടെ നിന്നവരാണ്. ഇപ്പം ഈ ഒരു രീതി പെട്ടെന്നൊരു സ്വിച്ച് ആയിരുന്നു. ഉറപ്പായിട്ടും ഇത് നമുക്ക് ഇവരുടെ ഗെയിം എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഈ ഊള ഗെയിം എന്തിനാണെന്ന് നമുക്ക് പോലും മനസ്സിലാകുന്നില്ല. കണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മൈക്കിട്ട് കിടന്നുറങ്ങിയാണ് ഈ സംഭവങ്ങളെല്ലാം പറയുന്നത്. അനുവിനെ ഇത് പുറത്തുനിന്ന് അനുവിനെ വിളിച്ചു വരുത്തി ഈ കഥ പറയുമ്പോ അനു ആദ്യം പറഞ്ഞത് ഈ മൈക്ക് ഉണ്ടോ, ചീപ്പാണ്, ഭയങ്കര ചീപ്പ്. നിങ്ങളിത് എന്ത് ഈ ബിഗ് ബോസിന്റെ ഈ പോക്ക് എങ്ങനെയാണ് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്, അതില്ലെങ്കിൽ മൈക്ക് ഇടൂ. ഈ ബിഗ് ബോസിന്റെ കാര്യം അണിയപ്പുറത്തെ കാര്യം മനസ്സിലാണ്. TRP മാത്രമല്ല ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് TRP കിട്ടുമായിരിക്കും, പക്ഷെ എല്ലാ വീക്കിലും ഇതേപോലെ ഊള കോണ്ടന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും അത് പേഴ്സണൽ ലൈഫാണ് അവിടെ നിങ്ങൾ സ്പോയിൽ ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ബാക്ക് ടു പോയിന്റ്, നമ്മുടെ ഒണിയലിന്റെ അമ്മ വിളിച്ച കാര്യം നൈസ്. കാരണം ഒണിയലിന്റെ അമ്മ അവിടെ സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആശ്വാസമായിരുന്നു ഉറപ്പായിട്ടും. കാരണം ഒണിയിലവിടെ ബ്രേക്ക് ആയി പോയൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒണിയിൽ തീർച്ചയായിട്ടും ആശ്വാസമായിട്ടുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിന്റെ ക്യാപ്റ്റൻസിയെ പറ്റി പറയുന്നു. അത്യാവശ്യം എല്ലാവർക്കും ഇംപ്രസ്ഡ് ആണ് ആ ക്യാപ്റ്റൻസി. പിന്നെ മറ്റൊരു കാര്യം ഈ നെവിന്റെ എന്റർടൈൻമെന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അസ്ഥാനത്താണെന്ന് പറയേണ്ടി വരും. ഈ എന്റർടൈൻമെന്റിന്റെ പേരിൽ നെവിൻ കാണിച്ചു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂല. മനഃപൂർവ്വം ഒരു എന്റർടൈനർ എന്നല്ല തമാശ ആക്കാൻ നോക്കിയിട്ട് അത് നെവിന്റെ പ്ലാനാണ്. അതായത് ആർക്കെതിരെ എന്തും പറയാം തനിക്കുന്നുള്ളൊരു ഒരു സാധനമാണ് നെവിനോട് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലല്ല ലെറ്റോണ്ട് പോലും കാണിക്കുന്നത് കണ്ടില്ലേ. അതാണ് അതൊരു ഓവറായി കഴിയുമ്പോഴത്തേക്കും അതൊരു ഒരു ഫൂളിഷ്നെസ് അല്ല, ഒരു ഗെയിം ആയി പോകും. അതെ ഒരു ഫൂളിഷ് ഗെയിം വരുന്നുണ്ട് ഇപ്പോൾ. അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ലാലായിട്ട് ചോദ്യമുണ്ട്, നിങ്ങൾ ഈ സ്വന്തം പാത്രവും പ്ലേറ്റും ഗ്ലാസ് ഒക്കെ കഴുകി വെക്കുന്നില്ലേ? ഇടേ അത്രയെങ്കിലും മിനിമം ചെയ്യടേ. അത്രയും പോലും മാനേഴ്സ് ഈ കൂടുതൽ ആർക്കും ഇല്ലേ. ഞങ്ങളും പോയിട്ടുള്ളതാണ് അതിനകത്ത്. ഞങ്ങൾ തന്നെ കഴുകും സ്വന്തം പാത്രവും ഗ്ലാസും ഒക്കെ നമ്മൾ കഴുകും. ഒരെണ്ണം കഴുകി വെക്കരുത്. നമ്മൾ കഴുകാതിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ വിളിക്കും ആരുടെ ഗ്ലാസ് ഇത്. ഞങ്ങളുടെ കാര്യം ചെയ്തു, ഞങ്ങൾ ക്യൂട്ടസ് കൊണ്ട് ഇതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് പ്ലേറ്റിനകത്തും ഗ്ലാസിനകത്തും. അതുകൊണ്ട് നമുക്ക് അറിയാം ആരാണ് കഴുകി വെക്കാത്തത്. നമുക്കറിയാം. നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ പോലെ അവിടെ ഒരുപാട് നെയിൽ പോളിഷ് ഒക്കെ പെണ്ണുങ്ങളുടെ ഇരിപ്പില്ലേ, എടുത്ത് പേര് എഴുതറിയാം. നെയിൽ പോളിഷ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ സമയത്ത് കുറെ മേക്കപ്പ് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ കുറവാണ്. അല്ല ഇപ്പൊ കൊടുത്തല്ലോ എല്ലാത്തിനും. ഇപ്പൊ കൊടുത്തപ്പോൾ ഇനിയിപ്പോ എഴുതാലോ. ഇപ്പൊ എഴുതുന്ന പ്രശ്നം. ഇനി ജിസയില് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനകത്ത് ജിസയില് ഒരു ഫേവറിസം കാണിക്കുന്നുണ്ട്. ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് കാണിക്കുന്നുണ്ട്. ജിസയിൽ അത് കാണിക്കുന്നുണ്ട്. എന്തിനാ നമ്മൾ കള്ളത്തരം പറയുന്നത്? ജിസയിൽ ഇത്രൂടെ നൈസായിട്ട് ഗെയിം കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ജിസയിൽ ഇപ്പോൾ ഡൗൺ ആണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ജിസേലിന്റെ ഗെയിം ഇപ്പം ഇല്ല. ജിസേലിന്റെ ഗെയിം നമുക്ക് വിസിബിൾ അല്ല. ജിസേൽ മര്യാദ ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ജിസേൽ ഉറപ്പായിട്ടും ഡേഞ്ചറസ് സോണിലാവും. പ്രത്യേകിച്ച് ആരിനും അവിടെ ഗെയിമൊന്നും ഇല്ല. നിങ്ങളുടെ കോംബോ അത്ര വലിയൊരു ഹിറ്റ് കോംബോ അല്ല. ജിസേൽ സെപ്പറേറ്റ് ഗെയിം കളിച്ചില്ലെങ്കിൽ ജിസേൽ മേ ബി യു ആർ എവിക്റ്റഡ് എന്ന് പറയേണ്ടി വരും. അത് വൈകാതെ അത് കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടത് നന്നായിട്ടത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ വേറൊരു നൈസ് സാധനം ഉണ്ടായിരുന്നു. ഈ ഇൻഡുവും ടിക്കും എല്ലാവർക്കും കൂടെ ഒട്ടിക്കണമല്ലോ. വീണ്ടും ലക്ഷ്മിയെ വീട്ടുകാർ വക ഊക്കുകയാണ്. തൊട്ടോട്ടെ. ഒണിയില് വന്നിട്ട് ചോദിക്കുകയാണ് തൊട്ടോട്ടെ. നൂറ തൊട്ടോട്ടെ. പറയാൻ പറ്റൂല. അതെ, കുടുംബത്തെ കയറ്റാൻ കൊള്ളാത്തവര്, കുടുംബത്തെ പിറക്കാത്തവര്, ഇവർ രണ്ടുപേരും ആണെന്ന് പറഞ്ഞു. അവർ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയ ചാൻസ്. അതിനകത്ത് ഷാനവാസ് വേറൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലക്ഷ്മി വന്ന സമയത്ത് തന്നെ എനിക്കിവിടെ 7 മണിക്ക് ഫുഡ് വേണം, ഓണത്തിന്റെ ആ സമയമാണ്, അപ്പം വന്നിട്ട് 8 മണിയായപ്പോ ഫുഡ് വേണം. അടി ഇവള് കിച്ചൺ ടീമിൽ കയറിയപ്പോഴത്തേക്ക് അത് 3G ആകുകയും ചെയ്യും. ഇവിടെ ഇത്രേ ഉള്ളൂ. ഓ എന്റെ പൊന്നോ, അത് പറയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അത് നമുക്ക് കാരണം ഈ ലക്ഷ്മിയെ പോലുള്ള ബോസി ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവരൊന്ന് പരിപ്പിക്കുമ്പോഴത്തേക്കും ഇവളുടെ വിചാരം എന്ന് വെച്ചറിയോ, എല്ലാവരെയും അങ്ങ് പരിപ്പിച്ചങ്ങ്. എനിക്കൊന്ന് ഇവളുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കും. ഇത് എല്ലാവരും പരിപ്പിച്ച് എല്ലാവരും തന്നെ കാൽച്ചുകൂട്ടി നിൽക്കണം, ഞാൻ പറയുന്നത് മാത്രം ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവള് ഇല്ല. ഇപ്പൊ ഈ മറ്റേ എന്താ പറയണ്ടേ, ഇപ്പൊ ഒണിയലിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോഴത്തേക്കും ഇവളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇവള് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഞാൻ പറയുന്നത് ആണുങ്ങൾക്കെതിരെ വീട്ടുകാർക്കെതിരെ എന്നല്ല. അതായത് ഒരാളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവളങ്ങ് കോർണർ ചെയ്യും. ഇവളുടെ ക്യാരക്ടർ ഇവിടെ കാണിക്കുന്നത്. ലക്ഷ്മിയുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ്, അതൊരു സംശയം വേണ്ട. അല്ലാണ്ട് ഒരു പാവപ്പെട്ട ക്യാരക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലക്ഷ്മി അവിടെ ഫേക്ക് ആയിട്ട് തന്നെയാണ് അവിടെ ഗെയിം കളിച്ച് വരുന്നത്. അതിനകത്തൊരു സംശയം വേണ്ട. ഇവളുടെ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഗെയിം പോലും അതിനകത്ത് പോലും നമ്പരുത്. അതുപോലും പ്ലാൻഡ് പരിപാടിയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ എവിഡൻസ് ഞാൻ കണ്ടത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ എവിഡൻസ് നാളെ പുറത്ത് വിടുന്നതാണ്. അത് ആദ്യം ഞാനായിരിക്കില്ല പുറത്ത് വിടുന്നത്, വേറെ ആൾ പുറത്ത് വിടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് തെളിവുള്ളതുകൊണ്ടാണ്. ഇതേപോലുള്ള ചീപ്പ് പരിപാടിയല്ല ചെയ്യേണ്ടത്. മിനിമം മാനേഴ്സ് ഉണ്ടാവണം. ഇനി ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോട് ഞാൻ പറയുകയാണ്, ഇന്ന് ആരിന്റെ പേരിൽ റെനയും ബിന്നിയും കാണിച്ച പരിപാടി
വീണ്ടും 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 തീരെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത വൃത്തികെട്ട ഗെയിമാണ് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെപ്പോൾ തീരും? 100 ദിവസം കഴിഞ്ഞ് സീസൺ അവസാനിക്കുമ്പോഴോ? എന്തിനാണിത്? ഇതെന്ത് വൃത്തികേടാണ്? എത്ര എണ്ണമായി ഈ ബിഗ് ബോസിനകത്തുള്ള സ്ത്രീകളോട്? എന്താണ് ഇവർ കാണിക്കുന്നത്? അനുമോള്, മസ്താനി, ലക്ഷ്മി, ഇതാണ്ട് ഇപ്പോൾ ബിന്നി, റെന. ഈ ചീപ്പ് ഗെയിമും കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, അടിച്ചോടിക്ക്, ദയവ് ചെയ്ത് അടിച്ചോടിക്ക്. കുറച്ചെങ്കിലും ഒരു ക്വാളിറ്റി സീസണ് വേണ്ടേ? തീട്ട കേസിനേക്കാളും കഷ്ടം, അങ്ങനെ പറയാനായിട്ടുള്ളൂ. തീട്ട കേസിനേക്കാളും കഷ്ടം. അത്രയും വൃത്തികെട്ട മത്സരാർത്ഥികൾ, വേറെ ഒന്നും പറയാനായിട്ടില്ല. അടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഇവൾമാരിത് ആവർത്തിയും കാണുന്നതെന്നറിയോ? തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ അവിടെ കൊടുക്കുന്നില്ല. അനുമോള് ഈ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി, എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നേ? കൂടിപ്പോരാഴ്ച നോമിനേഷൻ. ലക്ഷ്മി വൃത്തികെട്ട സംഭവം ഉണ്ടാക്കുന്നു, ഒന്നും സംഭവിച്ചില്ല. ലക്ഷ്മിക്ക് ഒന്നും കിട്ടിയില്ല ശിക്ഷയായിട്ട്. മസ്താനിക്ക് ശിക്ഷ കിട്ടിയോ? ഇല്ല. മസ്താനി പ്രേക്ഷകരെടുത്ത് പുറത്തിട്ടതാ. ഇനിയിപ്പോൾ റെനയും ബിന്നിയും അവർക്ക് അറിയാം ഞങ്ങൾക്ക് എന്ത് വൃത്തികേടും കാണിക്കാം. കാരണം എന്താ? ഞങ്ങൾക്ക് ശിക്ഷ കിട്ടില്ല. നിങ്ങൾ തന്നെയല്ലേ ബിഗ് ബോസിന്റെ കാരണക്കാരൻ. ഞാൻ ബിഗ് ബോസിന് അണിയറ പറയാണ്, നിങ്ങൾ ആദ്യം ഒന്ന് ഉറച്ചൊരു നിലപാടെടുക്കുക, നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഗട്സ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഷോ നടത്താൻ വേണ്ടി പോകുന്നത്? കാരണം അത്രയും വൃത്തികേട് അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു എളുപ്പ് വേണ്ടേ? കുറച്ച് ഗട്സ് കാണിച്ച് അവർക്കൊരു ശിക്ഷയെങ്കിലും കൊടുക്കുക, അതാണ് വേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ലക്ഷ്മി ഇവിടെ നിന്ന് പോകുമെന്ന് വെച്ചോ, അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എന്ത് തെമ്മാടത്തിനും കാണിക്കുന്ന ആൾക്കാർക്ക് ബിഗ് ബോസിൽ എന്ത് ചെയ്യാം? ഇനിയും വരാം, അവരെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യും. പാവയായിരുന്നു, അതിങ്ങനെ കണ്ടിന്യൂ ഓരോ സീസൺ വന്നു. ഇനി ഈ ഒരു ഇത് ആറ്റിറ്റ്യൂഡോ വലിയ ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ ഇതിന് എഗൻസ്റ്റ് ആയിട്ടൊന്നും വന്നില്ലെങ്കിൽ അടുത്ത സീസണിലുള്ള ഇതൊക്കെ തന്നെ നമുക്ക് നിന്ന് പോവാം, 3-4 ആഴ്ച നിൽക്കാം. ഇതൊക്കെ എന്ത് പ്രശ്നം? നാണവും മാനവും ഇല്ലാന്നെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം. എന്നെ സ്ക്രീനിൽ എടുത്ത് കാണിക്കുമല്ലോ. നാണവും മാനം ഇല്ലാത്ത ആൾക്കാർക്കാകുമ്പോൾ അത് അങ്ങനെ പെർഫോം ചെയ്യാനും പറ്റും. ഇത് ബിഗ് ബോസ് തന്നെ വളർത്തിയെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തീരുമാനം എടുക്കട്ടെ, അവർക്ക് തീരുമാനം ആഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഹോട്ടൽ ടാസ്ക് ആണ്, ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഓൾറെഡി ഗസ്റ്റിന്റെ പേരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അവർ വരട്ടെ, അവരും പൊളിക്കട്ടെ, മത്സരാർത്ഥികളും പൊളിക്കട്ടെ. നമുക്ക് നോക്കാം ബാക്കി എന്താണെന്നുള്ളത്. ഓക്കെ.